നമസ്കാരം. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. KCYLNA പ്രവർത്തനങ്ങൾ ജ്ഞാനായ കമ്മ്യൂണിറ്റിക്ക് എന്നും പ്രചോദനമെന്ന് മേയർ റോബിൻ ഇലക്കാട്ട്. ന്യൂയോർക്കിൽ ഇന്ത്യ ഡേ ചലച്ചിത്ര പരേഡിൽ താരങ്ങളായ രശ്മിക മന്ദാനയും വിജയ് ദേവരക്കൊണ്ടയും പങ്കെടുക്കും. കമല ഹാരിസ് അഭിമുഖ വിവാദത്തിൽ ട്രംപിന്റെ കേസ് ഒത്തുതീർപ്പാക്കാൻ പാരാമൗണ്ട് $16 മില്യൺ നൽകും. മിഷിഗണിലെ ഗ്ലോബൽ ഫെസ്റ്റിൽ ആകർഷകമായി മെഗാ തിരുവാതിരയും ചെണ്ടമേളവും. വൈസ്മാൻ ക്ലബ് നോർത്ത് അറ്റ്ലാന്റിക് റീജിയൻ കൺവെൻഷൻ 2025 വിജയകരമായി. വാർത്തകൾ വിശദമായി. ജ്ഞാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ യൂത്ത് ഓർഗനൈസേഷനായ KCYLNAയുടെ ടെക്സാസസ് റീജിയൻ ഇവന്റായ ടെക്സാസസ് ടേക്ക് ഓവർ അവിസ്മരണീയമായി. ഡാളസ്, സാൻ ആന്റോണിയോ, ഹ്യൂസ്റ്റൺ എന്നിവയുൾപ്പെടെ ടെക്സസിലുടനീളമുള്ള ജ്ഞാനായ യുവജനങ്ങളുടെ സൗഹൃദവും വിനോദവും നിറഞ്ഞ ഈ ഒത്തുചേരൽ KCYLNAയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി. പങ്കെടുത്ത ഓരോ അംഗങ്ങളുടെയും അവിശ്വസനീയമായ ഊർജവും ഉത്സാഹവും ഈ പരിപാടിയെ ശരിക്കും അവിസ്മരണീയമാക്കി. ഹ്യൂസ്റ്റണിലെ HKCS കമ്മ്യൂണിറ്റി സെന്റർ മിനി ഹാളിൽ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടാണ് ഇവന്റ് ആരംഭിച്ചത്. KCYLNAയുടെ സ്വാഗത ചടങ്ങിനു ശേഷം ഒരു ദിവസം നീണ്ടുനിന്ന തിരക്കേറിയ ഷെഡ്യൂൾ ആരംഭിക്കുകയും ചെയ്തു. ഉച്ചഭക്ഷണത്തിന് ശേഷം ടെക്സസ് ടേക്ക് ഓവർ ടീം ബസ്സിൽ നാസ സ്പേസ് സെന്ററിന് സമീപമുള്ള കെമാ ബോർഡ് വാക്കിലേക്ക് പോയി. അവിടെ വിവിധങ്ങളായ ഗെയിമുകൾ, റൈഡുകൾ, മനോഹരമായ കടൽ തീരങ്ങൾ എന്നിവ ആസ്വദിച്ചു. ഏതാണ്ട് 6 മണിയോടെ കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് മടങ്ങിയെത്തി വൈകുന്നേരത്തെ ആഘോഷങ്ങളിലേക്ക് പ്രവേശിച്ചു. ഗ്രൂപ്പ് ഗെയിമുകൾ കൊണ്ട് ഹാൾ സജീവമായി. വാശിയേറിയ ഒരു മത്സര റൗണ്ടിനു ശേഷം ടീം റെഡ് $500 ഗ്രാൻഡ് സമ്മാനം നേടി. KCYLNAയുടെ ആദ്യ പ്രസിഡന്റും നമ്മുടെ സമൂഹത്തിലെ അഭിമാനവുമായ മിസോറി മേയർ റോബിൻ ഇലക്കാട്ട് പങ്കെടുത്ത ഒരു പ്രത്യേക സമാപന ചടങ്ങോടെയാണ് ദിവസം ആരംഭിച്ചത്. നമ്മുടെ യുവാക്കൾ കെട്ടിപ്പടുക്കുന്ന പൈതൃകത്തിന്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം. KCYLNAയുടെ പ്രവർത്തനങ്ങൾ എക്കാലവും നോർത്ത് അമേരിക്കൻ ജ്ഞാനായ കമ്മ്യൂണിറ്റിക്ക് പ്രചോദനവും അഭിമാനവുമാണെന്ന് മേയർ ഇലക്കാട്ട് ചൂണ്ടിക്കാട്ടി. KCCNA ട്രഷറർ ജോജോ തറയിൽ ടെക്സസ് ടേക്ക് ഓവർ ഇവന്റിൽ എല്ലാ മാർഗനിർദ്ദേശവുമായി മുഴുനീളെ പങ്കെടുത്തു. കൂടാതെ ഡാനി പല്ലാട്ടുമടം, ലുക്ക് കുന്നേൽ തുടങ്ങി ഹ്യൂസ്റ്റൺ, ഡാളസ്, സാൻ അന്റോണിയോയിലെ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, മാതാപിതാക്കൾ തുടങ്ങി ഒട്ടേറെ മുതിർന്ന സാമുദായിക അംഗങ്ങൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ പിന്തുണയുമായി അണിനിരന്നു. പരിപാടികൾക്ക് പ്രസിഡന്റ് ആൽവിൻ പിണർക്കയിൽ, വൈസ് പ്രസിഡന്റ് ഷെറിൽ ചെറുകര, സെക്രട്ടറി സ്നേഹ പാലപ്പുഴമറ്റം, ജോയിന്റ് സെക്രട്ടറി താര കണ്ടാരപ്പള്ളിൽ, സെക്രട്ടറി മിഷേൽ പറമ്പേട്ട്, റെയ്ന കാരക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. KCYLNAയുടെ അടുത്ത ഇവന്റ് കാലി ടേക്ക് ഓവർ കാലിഫോർണിയയിൽ ജൂലൈ 26 പിസ്മോ ബീച്ചിൽ അരങ്ങേറുമെന്ന് പ്രസിഡന്റ് ആൽവിൻ പിണർക്കയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് eMalayali. ന്യൂയോർക്കിൽ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 14 നടക്കുന്ന 43ാം ഇന്ത്യ ഡേ പരേഡിൽ ചലച്ചിത്ര താരങ്ങളായ രശ്മിക മന്ദാനയും വിജയ് ദേവരക്കൊണ്ടയും പങ്കെടുക്കും. പരേഡിന്റെ ഒരുക്കങ്ങൾ ഇന്ത്യൻ കോൺസുലേറ്റിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻസ് ചർച്ച ചെയ്തു. പഹൽഗാമിൽ ഭീകരാക്രമണത്തിലും അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനാപകടത്തിലും മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് യോഗം ആരംഭിച്ചത്. കൂറ്റൻ LED ബോർഡുകളിൽ ഇന്ത്യയുടെ പ്രിയനടി എന്ന് വിളിക്കപ്പെടുന്ന രശ്മികയുടെയും ദേവരക്കൊണ്ടയുടെയും ചിത്രങ്ങൾ മിന്നുമ്പോൾ ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഇംഗ്ലീഷ് ഭാഷയിൽ സ്വാഗത സന്ദേശം കേട്ടു. ഇന്ത്യൻ അമേരിക്കൻ ഐഡന്റിറ്റി കാത്തുസൂക്ഷിക്കാൻ FI നൽകിയ സംഭാവനകളെ കോൺസൽ ജനറൽ ബിനയ S പ്രധാൻ എടുത്തുകാട്ടി. ഈ വർഷത്തെ ടൈറ്റിൽ സ്പോൺസർ ക്രിക്മാക്സ് കണക് SIO വിനയ് ബിംജിയാനി നടത്തിയ പ്രഖ്യാപനം ക്രിക്കറ്റിനെ US-ൽ സോക്കർ പോലെ പ്രചാരമുള്ളതാക്കും. ജൂലൈ 14 ലോസ് ഏഞ്ചലസ് കൊളീസിയത്തിൽ 2028 ക്രിക്കറ്റ് ഒളിമ്പിക്സിന്റെ തിരിച്ചുവരവ് ആഘോഷിക്കും. രാഷ്ട്ര നിർമ്മാണത്തിൽ സ്പോർട്സിന്റെ പങ്കുവഹിക്കുന്ന വിഷയമാണ് US ക്രിക്കറ്റ് CIO ഡയറക്ടർ അതുൽ റായ് പറഞ്ഞു. സർവേ ഭവന്തു സുഖ്നാഥ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയമെന്ന് FIA പ്രസിഡന്റ് സൗറിൻ പരീഖ് പറഞ്ഞു.
ടൈംസ് സ്ക്വയറിൽ ഓഗസ്റ്റ് 15-ന് പതാക ഉയർത്തുമെന്നും ജോയിന്റ് ട്രഷറർ ഹാരിസ് ഷാ അറിയിച്ചു. എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിൽ പൂർണ്ണമായും അന്ന് ത്രിവർണ്ണങ്ങൾ തെളിയും. ഇന്ത്യ ദിനത്തിൽ നക്ഷത്രങ്ങൾ പ്രകാശിക്കും. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. CBS ചാനലിന്റെ 60 മിനിറ്റ്സ് പരിപാടിയിൽ കമലാ ഹാരിസുമായുള്ള അഭിമുഖം തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ എഡിറ്റ് ചെയ്തു എന്നാരോപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ കേസ് ഒത്തുതീർപ്പാക്കാൻ പാരാമൗണ്ട് ഗ്ലോബൽ സമ്മതിച്ചു. $20 ബില്യൺ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ടെക്സാസിൽ ഫയൽ ചെയ്ത ഈ കേസിൽ മാധ്യമ പക്ഷപാതം ആരോപിക്കപ്പെട്ടിരിക്കുന്നു. $20 ബില്യൺ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ടെക്സസിൽ ഫയൽ ചെയ്ത ഈ കേസിൽ മാധ്യമ പക്ഷപാതം ആരോപിക്കപ്പെട്ടിരുന്നു. ഒത്തുതീർപ്പ് പ്രകാരം നിയമപരമായ ഫീസുകൾ ഉൾപ്പെടെ $16 മില്യൺ പാരാമൗണ്ട് ഗ്ലോബൽ ട്രംപിന് നൽകും. ഈ തുകയുടെ ഒരു ഭാഗം ട്രംപിന്റെ ഭാവിയിലെ പ്രസിഡൻഷ്യൽ ലൈബ്രറിക്കായി നീക്കിവെക്കും. കൂടാതെ CBSന്റെ മാതൃകാ കമ്പനിയായ പാരാമൗണ്ട് ഇനി മുതൽ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥികളുടെ അഭിമുഖങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റുകൾ സംപ്രേഷണം ചെയ്ത ശേഷം ആവശ്യമായ തിരുത്തലുകളോടെ പുറത്തുവിടുമെന്നും ധാരണയായി. ഈ ഒത്തുതീർപ്പിൽ പാരാമൗണ്ട് ഒരു ക്ഷമാപണവും നടത്തിയില്ല. $8 ബില്യൺ സ്കൈഡാൻസ് മീഡിയയുമായുള്ള പാരാമൗണ്ടിന്റെ ലയനം നടന്നുകൊണ്ടിരിക്കെയാണ് ഈ ഒത്തുതീർപ്പ് എന്നത് ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ജൂൺ 28-ന് OKMOSൽ നടന്ന മെറിഡിയൻ ഫെസ്റ്റിൽ മലയാളി അസോസിയേഷൻ ഓഫ് ലാൻസിംഗ് അവതരിപ്പിച്ച മെഗാ തിരുവാതിര ജനശ്രദ്ധ പിടിച്ചുപറ്റി. മലയാളികൾക്ക് പുറമെ തമിഴ്, തെലുങ്ക് സുഹൃത്തുക്കൾക്കും തിരുവാതിരയിൽ സജീവ പങ്കാളിത്തമുണ്ട്. ശ്രുതി വർമ്മയുടെ നേതൃത്വത്തിൽ 28 പേർ പങ്കെടുത്ത തിരുവാതിര കാഴ്ചക്കാരെ ഏറെ ആകർഷിച്ചു. 2 മാസത്തെ കഠിന പരിശീലനത്തിന്റെ ഫലമായാണ് അവർ ഈ മനോഹരമായ കലാപരിപാടികൾ അവതരിപ്പിച്ചത്. മാലയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മെഗാ തിരുവാതിര. വൈകുന്നേരം 5:30 തുടങ്ങിയ പരിപാടി മികച്ച അനുഭവമായി മാറി. തിരുവാതിരയ്ക്ക് മുമ്പും ശേഷവും മോട്ടോൺ മേളത്തിന്റെ ചെണ്ടമേളം പരിപാടിയുടെ ഹൃദയമായി മാറി. ഇന്ത്യക്കാരും അമേരിക്കക്കാരും ഒരേപോലെ ആസ്വദിച്ച ഈ പരിപാടിയുടെ അവസാനം മുഴുവൻ പങ്കാളികളും പാട്ടിനും താളത്തിനും ഒന്നിച്ച് ചുവടുവെച്ചു. മാല 2025 പ്രസിഡന്റ് പ്രവീൺ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ബോർഡ് അംഗവും യൂത്ത് അംബാസിഡറുമായ മനീഷ് മോഹൻ RJ ഹ്രസ്വപ്രസംഗങ്ങളിലൂടെ ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ചു. സെക്രട്ടറി സമിത താജ് മുഹമ്മദ്, ട്രഷറർ ഷാജി ജോൺ, ബോർഡ് ഓഫ് ശ്രീലക്ഷ്മി രാജേഷ്, രാജീവ് കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജീവ് കൃഷ്ണൻ പരിപാടിയിലെ മനോഹരമായ നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തി. രാജേഷ് നായരും ജിനോയും യൂത്ത് ക്ലബ് സെക്രട്ടറി സാന്ദ്ര നായരും വീഡിയോ കവർ ചെയ്തു. ഓർമ്മകളിൽ നിറയുന്ന ഈയൊരു ദിവസം ഒരുമയും ഉത്സാഹവും കലയോടുള്ള സ്നേഹവും അകമഴിഞ്ഞ പങ്കാളിത്തവുമാണ് മാല 2025-നെ ഇത്തരത്തിൽ വ്യത്യസ്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. വൈസ്മൻ ഇന്റർനാഷണൽ നോർത്ത് അറ്റ്ലാന്റിക് റീജിയൻ കൺവെൻഷൻ 2025 ജൂൺ 29-ന് ന്യൂയോർക്ക് ഗ്ലെൻകോവിലെ മെട്രോപൊളിറ്റൻ കാറ്റേഴ്സിൽ വെച്ച് നടന്നു. സിറ്റി ഓഫ് ഗ്ലെൻകോവ് സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചീഫ് വില്യം വിറ്റണിന്റെയും YMCA ചീഫ് എക്സിക്യൂട്ടീവ് പീറ്റർ ഫോസ്റ്ററിന്റെയും ഏരിയ പ്രസിഡന്റ് ഡഗ് ജോൺസിന്റെയും സാന്നിധ്യം കൺവെൻഷനെ കൂടുതൽ മികച്ചതാക്കി. സിറ്റി ഗ്ലെൻകോവ് സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ചീഫ് വില്യം വിറ്റണിന്റെയും YMCA ചീഫ് എക്സിക്യൂട്ടീവ് പീറ്റർ ഫോസ്റ്ററിന്റെയും ഏരിയ പ്രസിഡന്റ് ഡഗ് ജോൺസിന്റെയും സാന്നിധ്യം പരിപാടി സമ്പുഷ്ടമാക്കി. റീജിയണൽ ഡയറക്ടർ കോറസൻ വർഗീസ് സ്വാഗതം ആശംസിച്ചു. ദാനം ചെയ്യുന്നതിൽ വിശ്വസിക്കുന്ന നിസ്വാർത്ഥ സേവനത്തിന്റെ സ്വാധീനം പ്രകടമാക്കുന്ന പരിചയസമ്പന്നരായ ഒരു കൂട്ടം വ്യക്തികളോടൊപ്പം 2 വർഷം ടീമിനെ നയിക്കാൻ കഴിഞ്ഞത് ചാരുതാർത്ഥ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൂട്ടായ്മ നിലനിർത്തിയതിനും പ്രവർത്തന യാത്രയിൽ അവരുടെ നിർണായക പങ്ക് അംഗീകരിച്ചതിനും അന്താരാഷ്ട്ര നേതാക്കൾക്കും ഏരിയ നേതാക്കൾക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. പ്രവർത്തന പാതയിലെ നാഴികക്കല്ലുകൾ അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് ഡഗ് ജോൺസ് ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞ ഏറ്റുപറഞ്ഞുകൊണ്ട് പുതിയ ഏരിയ പ്രസിഡന്റ് ജോസഫ് കാഞ്ചമലയും പുതിയ റീജിയണൽ ഡയറക്ടർ ജോർജ് K. ജോണും ഏരിയ ട്രഷറർ ഡേവിഡ് വർക്ക്മാനും ഔപചാരികമായി സ്ഥാനാരോഹണം ചെയ്തു. പുതിയതായി ചുമതലയേറ്റ ഭാരവാഹികൾ അവരുടെ നയപരിപാടികളും ലക്ഷ്യവും അവരുടെ ക്യാബിനറ്റും അവതരിപ്പിച്ചു. മേഖലയുടെ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന ഒരു സ്മരണിക പുസ്തകം പ്രസിദ്ധീകരിച്ചു. എഡിറ്റർ സിബി ഡേവിഡ് തയ്യാറാക്കിയ സ്മരണിക ഏരിയ പ്രസിഡന്റ് ഡഗ് ജോൺസ്, സിറ്റി ഓഫ് ഗ്ലെൻകോവ് സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചീഫ് വില്യം വൈറ്റോണിനും YMCA ചീഫ് എക്സിക്യൂട്ടീവ് പീറ്റർ ഫോസ്റ്ററിനും പ്രകാശനം ചെയ്തു.
വിവിധ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ക്ലബ് പ്രസിഡന്റായ ഡേവിഡ് ബർഗ്മാൻ, ഡിൻസിൽ ജോർജ്, ചാർലി ജോൺ, മാത്യു ജോഷ്വ, ഗീവർഗീസ് എബ്രഹാം, ആൻഡ്രൂ ഗോമസ്, മാത്യു ചാമക്കാല, ഷാജി സക്കറിയുടെ നേതൃത്വത്തിൽ ഫ്ലാഗ് സെറമണി നിർവഹിച്ചു. പോലീസ് ചീഫ് വില്യം വൈറ്റോൺ, YMC ഡയറക്ടർ പീറ്റർ ഫോഴ്സ്, മുൻ ഏരിയ പ്രസിഡന്റ് ഷാജു സാം, ഏരിയ പ്രസിഡന്റ് ഡങ് ജോൺസ്, മുൻ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ അലക്സ് മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മാത്യു ചാമക്കാല പ്രാരംഭ പ്രാർത്ഥന നടത്തി. ജോസഫ് മാത്യുവും സർജൻ ബ്ലസൻ തോമസും വൈസ്മൻ പ്രാർത്ഥനയും പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. റീജിയണിലെ സമഗ്ര പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിൽ അവാർഡുകൾ സമ്മാനിച്ചു. റീജിയണൽ സെക്രട്ടറി ജിം ജോർജ്, മഹിമ തോമസ്, ആലൻ അജിത് എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. റീജിയണൽ ട്രഷറർ ഷാജി സക്കറിയ നന്ദി രേഖപ്പെടുത്തി. ജേക്കബ് വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന വിവിധ കലാപരിപാടികൾ മികവ് തെളിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കേണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയക്കുക.